നമസ്കാരം. ഈ ഒക്ടോബർ മാസത്തിലാണ് 1-ാം തീയതി പൂജവെപ്പും 3-ാം തീയതി പൂജയെടുപ്പുമാണ്, വിദ്യാരംഭവുമാണ്. ഇതിൻ്റെ ഒരു പ്രമാണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആശ്വിന മാസത്തിലെ പ്രഥമ വരുന്ന ദിവസം, ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 25-ാം തീയതി കന്നിമാസം 9-ാം തീയതി ആയിരുന്നു. അന്നത്തെ ദിവസം ആശ്വിന മാസം തുടങ്ങി നവരാത്രി ദിവസം ആരംഭിക്കുകയും ചെയ്തു. 1-ാം തീയതി, ഒക്ടോബർ 1-ാം തീയതി പകൽ 18 നാഴിക 55 വിനാഴിക മാത്രമാണ് സപ്തമി തിഥി ഉള്ളതുകൊണ്ട്, അതിനുശേഷം വരുന്ന അഷ്ടമി തിഥി, അതായത് വെളുത്ത പക്ഷത്തിലെ അഷ്ടമി സന്ധ്യയ്ക്ക് ഏത് ദിവസം വരുന്നു, അന്നത്തെ ദിവസമാണ് പൂജവെപ്പ്. അഥവാ പൂജവെപ്പ് എന്ന് പറയുന്ന സന്ധ്യാസമയത്ത് ആയുധങ്ങളായാലും പുസ്തകങ്ങളായാലും ആർജിക്കുന്ന വിദ്യയ്ക്ക് വേണ്ടിയിട്ടുള്ള ഏതൊരു ഉപകരണങ്ങളും അത് വിദ്യാദേവിയായിട്ടുള്ള സരസ്വതീ ദേവിയുടെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് അവിടെ സമർപ്പിച്ച് പൂജയ്ക്ക് വയ്ക്കുന്ന ഒരു സമ്പ്രദായം. അഷ്ടമി പിറന്നാൾ പക്ഷമായിട്ടുള്ള ദിവസം ദുർഗാഷ്ടമിയാണ്. അത് 2-ാം തീയതിയാണ് ദുർഗാഷ്ടമി. ഈ ഒക്ടോബർ 2-ാം തീയതി കാലത്ത് 13 ചില്ലാന നാഴിക വരെ അഷ്ടമി ഉള്ളതുകൊണ്ട് അന്നത്തെ ദിവസം അഷ്ടമിയും, നവമി തിഥി മധ്യാഹ്നത്തിന് ഏത് ദിവസമാണ് ഉള്ളത്, അന്നത്തെ ദിവസം മഹാനവമിയുമാണ്. ആയത് 2-ാം തീയതിയാണ് ഉച്ചയ്ക്ക് മധ്യാഹ്നത്തിന് നവമി വരുന്നത് കൊണ്ട് അന്നത്തെ ദിവസം മഹാനവമിയാണ്. 3-ാം തീയതി യഥാർത്ഥത്തിൽ നവമി 9 ചില്ലാന നാഴിക ഉണ്ട്. എന്നാൽ അന്നത്തെ ദിവസമാണ് ഈ വർഷം വിജയദശമിയായിട്ട് ആചരിക്കേണ്ടത്. അതായത് 4-ാം തീയതി ദശമി തിഥി 2 നാഴിക 55 വിനാഴിക മാത്രമേ ഉള്ളൂ. ദശമി തിഥി പിറന്നാൾ പക്ഷമായിട്ട് ആചരിക്കുന്ന ദിവസമാണ് യഥാർത്ഥത്തിൽ വിജയദശമി ആചരിക്കേണ്ടത്. 2 ചില്ലാന നാഴിക മാത്രം 4-ാം തീയതി ഉള്ളത് കൊണ്ട് 3-ാം തീയതിയാണ് യഥാർത്ഥത്തിൽ പിറന്നാൾ പക്ഷമായിട്ട് ഈ വിജയദശമി വരുന്നത്. അതുകൊണ്ട് 3-ാം തീയതിയാണ് ഈ വർഷം വിജയദശമി ആചരിക്കേണ്ടത്. വിജയദശമി ദിവസത്തിനാണ് പ്രാധാന്യം. അഥവാ ആ സമയത്ത് ഇന്ന രാശി എന്നോ ഇന്ന മുഹൂർത്തമെന്നോ എന്നൊന്നും കൽപ്പിക്കേണ്ടതില്ല. 3-ാം തീയതി കാലത്ത് പൂജയ്ക്ക് വയ്ക്കും. ഈ ദിവസം ആർജിച്ച വിദ്യകളെല്ലാം മനസ്സിൽ സ്മരിക്കണം. ആദ്യം മുതലുള്ള അക്ഷരങ്ങളൊക്കെ എഴുതണം. ആ അക്ഷരങ്ങളൊക്കെ നമ്മൾ മനസ്സിൽ മനനം ചെയ്യണം, ചൊല്ലണം. അത് ചിലപ്പോൾ ചില മണലിലോ അല്ലെങ്കിൽ അരിയിലോ ഒക്കെ എഴുതി ആദ്യമായി ഈ അക്ഷരങ്ങളൊക്കെ എഴുതി പഠിക്കും. ഏത് ഭാഷയിലുള്ളവരാണെങ്കിലും അതത് ഭാഷയിൽ എഴുതി പഠിച്ചാലും പോരായ്കയൊന്നുമില്ല. അതുപോലെ തന്നെ പൂജയ്ക്ക് വയ്ക്കുന്ന ആ പുസ്തകത്തിൽ നിന്നും മുമ്പൊക്കെ രാമായണം അല്ലെങ്കിൽ ഈ പുരാണം, ഇതിഹാസം മുതലായിട്ടുള്ള പുസ്തകങ്ങളൊക്കെ തന്നെയാണ് പതിവ്. ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു പുസ്തകം എടുത്ത് വായിച്ച് ആ വിദ്യാദേവിയെ സ്മരിച്ചും കൊണ്ട് പുതിയ വിദ്യകളെല്ലാം തുടക്കം കുറിക്കുകയും ചെയ്യും. ഇങ്ങനെയാണ് ഈ വിജയദശമി എന്ന് പറയുന്ന വിദ്യാരംഭം. പൂജയെടുപ്പ് എന്ന് പറയും. ഇങ്ങനെയുള്ള ആചരണക്രമങ്ങളൊക്കെ തന്നെ ഇന്ന് ലോകമെമ്പാടും ആചരിച്ചു വരുന്നുണ്ട്. നമസ്കാരം.